Salam Namaste. Hey all, welcome back to my YouTube channel. If you're new here, hi, I'm Dr. Sharon Paul Palathingal and I make videos on life, motivation and dentistry. Today, I'm here with 5 habits you need to start now for a good life. കൂടെ തന്നെ നമുക്ക് തേക്കടി ഒരു റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്ത വിശേഷങ്ങളും കൂടെ കാണാം. കൽപ്പവനം ഹെറിറ്റേജ് റിസോർട്ട്. Okay, without further ado, let's get into the video. ലൈഫ് എപ്പോഴും നന്നായി മാത്രം ഇരിക്കാൻ സാധിക്കില്ലല്ലോ, അല്ലേ? സുഖവും ദുഃഖവും സമ്മിശ്രമായി നിൽക്കുന്ന ഒന്നാണ് ലൈഫ്. അതിങ്ങനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നതിലാണ് കഴിവ്. എല്ലാവർക്കും ആ കഴിവുണ്ടാവണമെന്നില്ല. പക്ഷേ ജീവിതത്തിലെ ഓരോ ദിവസത്തിൽ നിന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. എവ്രി ഡേ യു ഷുഡ് ലേൺ സംതിങ് ന്യൂ ടു ഗെറ്റ് എ ഗുഡ് ലൈഫ്. മൈ ഫസ്റ്റ് ടിപ്പ് ഇസ് കീപ് ദ ഡസ്റ്റ് അവേ ഫ്രം യുവർ റൂം. നിങ്ങളുടെ മുറി ഇത്തിരി വൃത്തിയായി സൂക്ഷിക്കാം. ഡെയിലി ഒരു 5-10 മിനിറ്റ് സ്ട്രിക്റ്റായിട്ട് ആ ഡസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ യൂസ് ചെയ്യാം. ആ മാറാലയൊക്കെ ഒന്ന് തട്ടിക്കളയാം. പെട്ടെന്നുള്ളൊരു ക്ലീനപ്പ് മുറിയിലെ പോസിറ്റീവ് എനർജി തന്നെ വളർത്തിയെടുക്കാൻ സഹായിക്കും. കോമൺ ആയിട്ട് മിസ്സാവുന്ന ചില ഏരിയകളുണ്ട്. ഫാനിൻ്റെ മുകളിൽ, ടേബിളിൻ്റെ അടിയിൽ, വിൻഡോയുടെ തട്ടിൽ, ബുക്സിൻ്റെ ഇടയിൽ, ഷെൽഫിൽ. ഇതെല്ലാം ഒന്ന് ഒരു 5-10 മിനിറ്റ് ടൈം എടുത്ത് ഡെയിലി ഒന്ന് വൃത്തിയാക്കി വയ്ക്കാം. നല്ല ഫ്രഷ് റംബൂട്ടാൻ ഉണ്ടായിരിക്കുന്ന കണ്ടോ? നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. പറയുമ്പോൾ വളരെ ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ ഇറ്റ് വിൽ ആഡ് ഓൺ ടു ദ പോസിറ്റീവ് എനർജി യു നീഡ് ഫോർ എ ഗുഡ് ലൈഫ്. ഇപ്പോൾ പറഞ്ഞത് റൂം ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് കേട്ടോ. ഇനി റിസോർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ കൽപ്പവനം ഹെറിറ്റേജ് റിസോർട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഏരിയയാണ്. സ്റ്റേ ചെയ്യാനുള്ള ഒരു റൂം എന്നതിലുപരി സറൗണ്ടിങ്സിലെല്ലാം നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള മാർഗങ്ങൾ ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായി എലിഫൻസും ഫാമുമുണ്ട് ഇവർക്ക്. സ്റ്റേ ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഇതിൻ്റെ ഉള്ളിലെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി കൂടി അവൈലബിൾ ആണ്. ഒരു നേച്ചർ ഫീലിൽ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുന്നവർക്കാണെങ്കിൽ തേക്കടി ഭാഗത്ത് ഈ ഹെറിറ്റേജ് റിസോർട്ട് നല്ല ഒരു ഓപ്ഷനാണ്. ഞാനിവരെ സ്പോൺസർ ചെയ്തുള്ള വീഡിയോ അല്ല ഇത് കേട്ടോ. എനിക്ക് പേഴ്സണലി നന്നായി ഫീൽ ചെയ്തത് കൊണ്ട് മാത്രം എൻ്റെ വീഡിയോയിൽ ഇവരെ പറ്റി ഷെയർ ചെയ്യുന്നതാണ്. ആഗ്രഹമുള്ളവർക്ക് നെക്സ്റ്റ് ടൈം തേക്കടി ഭാഗത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ഹെറിറ്റേജ് റിസോർട്ടിൽ ഒരു നൈറ്റ് സ്റ്റേ എൻജോയ് ചെയ്യാവുന്നതാണ്. എൻ്റെ രണ്ടാമത്തെ ടിപ്പാണ് ട്രൈ ഡെവലപ്പിംഗ് എ ക്യാപ്സ്യൂൾ വാർഡ്രോബ്. എന്താണ് ക്യാപ്സ്യൂൾ വാർഡ്രോബ് എന്നറിയോ? 1000 തുണികൾ ഓർഗനൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കുത്തിക്കയറ്റി കബോർഡിൽ ചെയറിലുമായി ഇങ്ങനെ വെക്കുന്നത്. ഐ എം ഷുവർ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ചെയർ ഉറപ്പായി ഉണ്ടാവും. അങ്ങനെ യൂസ് ചെയ്യുന്നതിലും എത്രയോ നന്നായിരിക്കും ഒരു 100% യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു 20 to 30 പീസ് ക്ലോത്ത്സ് മാത്രം സൂക്ഷിച്ചാൽ ക്ലോത്ത്സിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന ആ പൈസയും കുറച്ച് ലാഭിക്കാം. ആപ്പിൾ ഐഫോൺ ഫൗണ്ടറിൻ്റെ ഡ്രസ് കോഡിനെ പറ്റി ഒട്ടുമിക്ക മോട്ടിവേഷണൽ സ്പീക്കേഴ്സും പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ബ്ലാക്ക് ടീഷർട്ടും ബ്ലൂ ജീൻസും. എന്നാൽ അദ്ദേഹത്തിന് പല കളറിലുള്ള ടീഷർട്ടോ ജീൻസോ അഫോർഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല, അല്ലേ? പക്ഷേ അദ്ദേഹം ചൂസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്: സമയം. ഡെയിലി വർക്കിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലോത്ത്സ് സെലക്ട് ചെയ്യുന്നതിനല്ല ടൈം കൂടുതൽ കളഞ്ഞത്. ആ ടൈം കൂടെ അദ്ദേഹത്തിൻ്റെ ഗ്രോത്തിനാണ് യൂസ് ചെയ്തത്. ഹി വാണ്ടഡ് പീപ്പിൾ ടു റിമെമ്പർ ഹിം ഈവൻ ഇഫ് ഹി പാസ്ഡ് അവേ വൺ ഡേ. ദാറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം. ദാറ്റ് ഷുഡ് ബി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ഓഫ് അസ്, അല്ലേ? നമ്മൾ ദിവസേന എവിടെയെങ്കിലും പോകുന്നതിന് വേണ്ടി ക്ലോത്ത്സ് സെലക്ട് ചെയ്യാൻ എടുക്കുന്ന ആ സമയം കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ
എത്ര എഫക്റ്റീവ് ആയിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പോയിൻ്റാണ് ഡെവലപ്പിംഗ് എ ക്യാപ്സ്യൂൾ വാർഡ്രോബ്. നിങ്ങൾക്കുള്ള ക്ലോത്ത്സിനെ തന്നെ നിങ്ങൾക്ക് ആ തരത്തിൽ ഓർഗനൈസ് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റേതായ ഒരു വ്യക്തിമുദ്ര എനിക്ക് മാത്രമേ പതിപ്പിക്കാനാവൂ എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് തന്നെ ഉണ്ടെങ്കിൽ മേക്ക് വാല്യൂ ഓഫ് യുവർ ടൈം. ആനകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. എലിഫൻറ്റ് റൈഡും ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് പേടിയായതുകൊണ്ട് ഞാനതൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല കേട്ടോ. ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനകളും ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ പരിചയപ്പെട്ട ഒരു ആന പണ്ട് സർക്കസിലുണ്ടായിരുന്നതാണ്. ഇതാണ് ആ ആന, അദ്ദേഹം. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആനയായിരുന്നു കേട്ടോ അത്. ആനപ്പാപ്പാനാണെങ്കിൽ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നതിനായിട്ട് ഈ ആനയുടെ കൂടെ. വേറെയും ചെറിയ ചെറിയ ആനിമൽസ് എല്ലാം ഇവരുടെ ഫാമിലുണ്ട്. ഇതെല്ലാം നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേ എടുക്കും കേട്ടോ. ഈ റിസോർട്ടിലായ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും ലൊക്കേഷനും ഷെയർ ചെയ്യാം. ഓക്കെ. ഇവിടെ നമ്മൾക്ക് കിട്ടുന്നത് ഒരു ലക്ഷറി ഫീലല്ല, പക്ഷേ ഒരു നേച്ചർ ഫ്രണ്ട്ലി ഫീലാണ്. നിങ്ങൾക്ക് ആ ഒരു ഹെറിറ്റേജ് ഫീലാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈ റിസോർട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. എൻ്റെ അടുത്ത ടിപ്പാണ് മേക്ക് മെമ്മറീസ് ഡെയിലി. ട്രൈ ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഓൾ ദ സ്മോൾ തിങ്സ് ഇൻ ലൈഫ്. ദിവസേന നടക്കുന്ന എന്തൊരു ചെറിയ കാര്യത്തിലാണേലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാം. സമയത്തിന് കിട്ടിയ ഒരു ബസ്, ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ സെക്യൂരിറ്റി നമ്മളെ നോക്കി ചിരിച്ചത്, നല്ലൊരു കറി ഉണ്ടാക്കാൻ സാധിച്ചു, ഇന്നെനിക്ക് ഒരു ചാപ്റ്റർ ഫുള്ള് പഠിക്കാൻ സാധിച്ചു, എനിക്ക് എൻ്റെ അമ്മേനെ കിച്ചണിൽ സഹായിക്കാൻ സാധിച്ചു, നേരത്തെ എണീക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമാണ്, ഇന്ന് രാവിലെയെങ്കിലും ഒന്ന് നേരത്തെ എണീക്കാൻ പറ്റി. ഇതെല്ലാം ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ, കാശലവില്ലാത്ത സന്തോഷങ്ങൾ. ജീവിതത്തിൽ നമുക്ക് ഡെയിലി മോട്ടിവേഷൻ എന്നുള്ള ഒരു പോയിന്റിൽ ഇത് കയറി പറ്റും. ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ചെറിയ ചെറിയ മെമ്മറീസ് ഡെയിലി ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. എൻ്റെ അടുത്ത ടിപ്പാണ് ഗെറ്റ് ഫൈബർ ഇൻ ടു ദ ഡെയിലി ഡയറ്റ്. എല്ലാത്തിലും ഉപരി നമ്മുടെ ആരോഗ്യവും വലുതാണ് അല്ലേ. ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ബോഡിയുടെ എനർജി ലെവൽ, മസിൽസിൻ്റെ സ്ട്രെങ്ത്ത്, ബോഡിയുടെ മെറ്റബോളിസം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് എന്തൊക്കെയാണെന്നറിയുമോ? ബ്രൊക്കോളി, അവോക്കാഡോ, ആപ്പിൾസ്, ചിയ സീഡ്സ്, ലെൻറ്റിൽസ്, നട്ട്സ്, ഓട്സ്, ഹോൾ ഗ്രെയിൻസ്, ആൽമണ്ട്, പോപ്കോൺ, റാസ്ബെറി, ബീൻസ്, സ്പ്രൗട്ട്സ്, ഗ്രീൻ പീസ്, ബ്ലാക്ക് ബീൻസ്, ക്യാരറ്റ്, കിഡ്നി ബീൻസ്, ലെഗ്യൂംസ്, വെജിറ്റബിൾസ്, ബനാന, ഇതിലെല്ലാം ഫൈബറുണ്ട്. ഇത്തരത്തിലുള്ള ഫുഡെല്ലാം നമ്മളുടെ ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായി, ഹെൽത്തിൻ്റെ കാര്യം ഓക്കെ. അഞ്ചാമത്തെ ടിപ്പാണ് അനലൈസ് യുവർ ഫിനാൻസസ്. ജോബ് ഉള്ളവരോ ഇല്ലാത്തവരോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസിനെ പറ്റി ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സോ ദാറ്റ് യു ഹാവ് എൻ ഐഡിയ വേർ യു സ്പെൻഡ് മോർ. സ്റ്റുഡൻസ് ആണെങ്കിൽ പോക്കറ്റ് മണി ആയിക്കോട്ടെ മാനേജ് ചെയ്യുന്നത്. ജോബിന് പോകുന്നവരാണെങ്കിലോ റുട്ടീനായിട്ടുള്ള ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം. മന്ത്ലി, ഡെയിലി എക്സ്പെൻസസ് എല്ലാം സെപ്പറേറ്റ് ആയി നമുക്ക് കീപ്പ് ചെയ്യാം. ആൻഡ് ഹാവ് എ കൺട്രോൾ ഓഫ് ഓൾ ദി അൺവാണ്ടഡ് എക്സ്പെൻസസ്. നമ്മൾ ഇത്തരത്തിൽ ഫിനാൻസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ ഓവർ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി നിങ്ങളുടെ ലൈഫിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടുന്ന ഫിനാൻസ് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫിനാൻസ് അനലൈസ് ചെയ്യുന്നതും നമ്മളുടെ നല്ലൊരു ജീവിതത്തിന് ഉതകുന്ന ഒരു ഫാക്ടറല്ലേ. ജീവിതത്തിൽ ഓരോ ദിവസവും ലഭിക്കുന്ന സന്തോഷങ്ങളെ പ്രതി നമ്മൾക്ക് നന്ദിയുള്ളവരായിരിക്കാം. നമ്മൾക്ക് കിട്ടുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരാകുമ്പോൾ മനസ്സ് വളരെ വിശാലമാകുന്നു. നമുക്കും മറ്റുള്ളവർക്കും ഭയങ്കര സന്തോഷം ലഭിക്കുന്നു അല്ലേ.
ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എത്രമാത്രം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ അനുദിനം ലഭിക്കുന്നത്. കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് നിരാശപ്പെടുന്നതിനേക്കാൾ കിട്ടിയ നന്മകളെ ഓർത്ത് ദൈവത്തിനും മനുഷ്യർക്കും നന്ദി പറയുകയല്ലേ നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ടത്. ഡോക്ടർ നിർമ്മൽ എ.സി. എഴുതിയ ചിന്താമൃതം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥ കൂടി ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ഒരു ധനവാന്റെ വീട്ടിൽ വെള്ളം കോരി കൊടുക്കുന്ന ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അയാൾ തടാകത്തിൽ നിന്ന് ദിവസവും 2 കുടങ്ങളിൽ വെള്ളം കോരിക്കൊണ്ട് വന്നിരുന്നു. ഒരു കുടത്തിന് അല്പം വിള്ളലുണ്ടായിരുന്നുകൊണ്ട് വെള്ളം കോരി വീട്ടിലെത്തുമ്പോൾ പകുതി ചോർന്നു പോയിരിക്കും. പൊട്ടക്കുടം ജോലിക്കാരനോട് കയർത്തു. താൻ കാരണം യജമാനന് വെള്ളം നഷ്ടപ്പെടുന്നു. ജോലിക്കാരൻ വിചാരിച്ചു, ശരിയാണല്ലോ. അടുത്ത ദിവസം വെള്ളം കോരി തിരിച്ചു വരുമ്പോൾ അയാൾ ശ്രദ്ധിച്ചു, വെള്ളം ചോർന്നു വീണ വഴിയോരത്ത് ധാരാളം നല്ല പൂക്കളും ചെടികളും വളരുന്നു. ഈ പൂവാണ് അയാൾ യജമാനൻ്റെ പൂജാമുറിയിലും മേശപ്പുറത്തും വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അയാൾ വിചാരിച്ചു, പൊട്ടക്കുടത്തിൽ നിന്ന് വീണ വെള്ളം ഇത്രയും നന്മ ചെയ്തില്ലോ. ദൈവത്തിനും കുടത്തിനും അയാൾ നന്ദി പറഞ്ഞു. നമ്മുടെ ജീവിതവും ഒരു കണക്കിന് പറഞ്ഞ ഈ പൊട്ടക്കുടം പോലെയല്ലേ. നാം പരിപൂർണരല്ല. എപ്പോഴും നാം ചെയ്യുന്നത് നല്ല പ്രവർത്തികളുമല്ല. പക്ഷേ അതോർത്ത് നിരാശപ്പെടേണ്ടതില്ല. നമ്മെ കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനമുണ്ട്. നമ്മൾ അനുദിനം സ്വീകരിക്കുന്ന നന്മകളും തിന്മകളും എല്ലാത്തിനും നന്ദി പറയണം. എന്നിട്ട് ഡെയിലി ലഭിക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രദ്ധിക്കണം. അതിന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാ കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളൊന്നും ആവാൻ പോകുന്നില്ല. അത് നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു കഴിവാണ്. അതിനുള്ള ബെസ്റ്റ് മെഡിസിനാണ് മെഡിറ്റേഷൻ. നിശബ്ദമായിരുന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെ പല പ്രാവശ്യം ഭാവനയിൽ കൊണ്ടുവരിക. വീണ്ടും വീണ്ടും ആ സന്തോഷാനുഭവത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം. ലഭിച്ച സന്തോഷങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുക. എല്ലാത്തിലും ഉപരി ദൈവത്തിന് ഒരുപാട് നന്ദി അർപ്പിക്കുക. ഹൃദയത്തിൽ നമുക്ക് വളരെയധികം സന്തോഷം ലഭിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾക്കൊരു റീക്യാപ്പ് പോയാലോ. ദ ഹാബിറ്റ്സ് ഫോർ എ ഗുഡ് ലൈഫ്. മൈ ഫസ്റ്റ് ടിപ്പ് വാസ് കീപ് ദ ഡസ്റ്റ് അവേ ഫ്രം യുവർ റൂം. കീപ് യുവർ റൂം ക്ലീൻ. മൈ സെക്കൻഡ് ടിപ്പ്, capsule wardrobe. Third, make memories daily. Fourth, get fiber into your diet. And my fifth tip is analyzing your finances. ജീവിതം ഈ 5 ടിപ്പ് കൊണ്ട് മാത്രം നന്നാവും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പക്ഷേ ഈ 5 ടിപ്പും നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഘടകമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ് മൈ യൂട്യൂബ് ചാനൽ യെറ്റ്, please subscribe to my YouTube channel. Okay, bye.